Hi friends, welcome to the new episode of our YouTube channel PM4 Tute. ഇന്ന് പ്ലസ് ടു ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ? ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയപ്പെടുന്ന 3 ഡിവിഷനുകളുണ്ട്, 3 ശാഖകളുണ്ട്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രിസിറ്റി? എന്താണ് ഇലക്ട്രോണിക്സ്? ഈ 3ലും പൊതുവായിട്ട് ഇലക്ട്രോ എന്ന് പറയപ്പെടുന്ന ഒരു ടേം ഉണ്ട്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചാർജസ് എന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ് റെസ്റ്റിലാണെങ്കിൽ, അതായത് സ്റ്റാറ്റിക് മോഡിലാണ് എങ്കിൽ, ആ സ്റ്റാറ്റിക് മോഡിൽ ആ ചാർജ് പാർട്ടിക്കിൾസ് അതിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എ കണ്ടക്ടറിലൂടെ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അയൺ, കോപ്പർ, ഇതൊക്കെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, ചാലകങ്ങൾ. ഈ ചാലകങ്ങളിലൂടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനെയാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ് എന്നൊക്കെ പറയുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാലും ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള പഠനം തന്നെയാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് സെമി കണ്ടക്ടറിലൂടെ, ജർമാനിയം, സിലിക്കോൺ എന്ന് പറയപ്പെടുന്ന അങ്ങനെയുള്ള സെമി കണ്ടക്ടറിലൂടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനെയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രിക്കൽസും ഇലക്ട്രോണിക്സും ഈ 3 ശാഖകളിലും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് ചാർജസിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. എന്താണ് ചാർജസ്? അതിനു മുന്നേ ഒരു മാറ്ററിൻ്റെ മാസ് എന്താണെന്ന് നോക്കാം. മാസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ആന്തരികമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് എത്ര മാസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു 10 കിലോഗ്രാം മാസ് ഉണ്ട്. ഒരു പ്രോപ്പർട്ടിക്ക്, ഒരു ഒബ്ജക്റ്റിന് 10 കിലോഗ്രാം മാസ് ഉണ്ട് എന്ന് പറയും. ഇതിലെ 10 എന്ന് പറയപ്പെടുന്നതിനെ മെഷർമെൻ്റ് എന്നും കിലോഗ്രാം എന്ന് പറയപ്പെടുന്നതിനെ യൂണിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ചാർജ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി, അതും മാറ്ററിൻ്റെ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്, ഒരു ആന്തരികമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ചാർജിന് ഇതുപോലെ തന്നെ ചാർജ് എന്ന് പറയപ്പെടുന്നത്, ചാർജ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചാർജ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ വരിക. അത് പ്ലസ് ഓർ നെഗറ്റീവ്, എങ്ങനെയാണ് ആൻസർ കിട്ടുക? പ്ലസ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഈ പ്ലസ് എന്ന് പറയുന്നത് ഒരു ചാർജാണ്, നെഗറ്റീവ് എന്ന് പറയപ്പെടുന്നതും ഒരു ചാർജാണ്. ചാർജിന് കൊളംബ് എന്ന് പറയുന്ന യൂണിറ്റ് ആണുള്ളത്. അതിന് തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനൊരു മെഷർമെൻ്റ് ഉണ്ടായിരിക്കും, 15, 20 എന്നൊക്കെ പറയുന്ന മെഷർമെൻ്റ് ഉണ്ടായിരിക്കും. ഇനി പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് പോസിറ്റീവ് ചാർജ്, എന്താണ് നെഗറ്റീവ് ചാർജ്? നമുക്കറിയാം, മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. ഈ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറയാം. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട് എന്ന് പറയാം. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആണെന്നറിയാം, ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല എന്നും അറിയാം. ഈ ന്യൂക്ലിയസിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസുകളുണ്ട്. ഈ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടോൺ എന്ന് പറയപ്പെടുന്ന ഒരു ഇലമെൻ്ററി പാർട്ടിക്കിൾ, ഈ പ്രോട്ടോൺ എന്ന് പറയപ്പെടുന്ന ഇലമെൻ്ററി പാർട്ടിക്കിളാണ് യൂണിവേഴ്സിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഉള്ള പോസിറ്റീവ് പാർട്ടിക്കിൾ. അതുപോലെ ഇലക്ട്രോൺസുകളാണ് ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള നെഗറ്റീവ് എലമെൻ്ററി പാർട്ടിക്കിൾ. ഈ രണ്ടിൻ്റെയും വാല്യൂ എന്ന് പറയപ്പെടുന്നത് 1.602 × 10⁻⁻19 കൊളംബാണ്. 9നെ നമ്മൾ സ്മോൾ ഇ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്.
അതായത് ഒരു പ്രോട്ടോണ് പ്ലസ് ഇ കൊളംബും ഒരു ഇലക്ട്രോണിന് മൈനസ് ഇ കൊളംബും ആണ് വാല്യൂ ആയിട്ട് ഉള്ളത്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദർ ഇസ് നോ ഡയറക്ഷൻ. അതുകൊണ്ട് ചാർജ് എന്ന് പറയപ്പെടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മറിച്ച് അതിന് ഡയറക്ഷൻ കൂടി ഉണ്ടാകുമായിരുന്നെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാറുണ്ട്. ഇത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് എന്ന് പറയുന്നതിന് ഡയറക്ഷൻ ഇല്ല. ഇൻ നോർമൽ കേസ് ഓൾ ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്തുകൊണ്ടാണ് എല്ലാ ആറ്റങ്ങളും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകുന്നത്? അതിൻ്റെ പ്രോട്ടോൺ വാല്യൂവും ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോൺ വാല്യൂവും ഇലക്ട്രോൺ വാല്യൂവും ഈക്വൽ ആയിരിക്കും. യൂഷ്വലി ഒരു ആറ്റത്തിന് എത്രയാണോ പ്രോട്ടോൺ ഉള്ളത് അത്ര തന്നെയാണ് ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കുക. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ബി എന്ന് പറയപ്പെടുന്ന ഒരു ഒബ്ജക്റ്റും എടുക്കുക. എ എന്ന് പറയപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിലുള്ള ആറ്റങ്ങളിലെ ടോട്ടൽ പ്രോട്ടോണുകളുടെ എണ്ണം 100 ആണെന്ന് വിചാരിക്കുക, അപ്പോൾ +100. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണവും 100 ആണെന്ന് വിചാരിക്കുക, അപ്പോൾ -100. അതേപോലെ ബിയിലും +100 ഉണ്ട്, -100 ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ ചാർജ്, എയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് +100 -100 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ അറ്റ് റെസ്റ്റിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. എയുടെയും ബിയുടെയും ചാർജ് 0 ആണ്. ഇനി എയും ബിയും തമ്മിൽ റബ്ബ് ചെയ്തു എന്ന് വിചാരിക്കുക, എന്നുവെച്ചാൽ ഉരച്ചു എന്ന് വിചാരിക്കുക. ഉരച്ചു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഇലക്ട്രോണ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോണ് ബിയിൽ നിന്ന് എയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ബിയുടെ ഇലക്ട്രോണിൻ്റെ വാല്യൂ എന്തായി? -99 ആയി. ഒരു ഇലക്ട്രോൺ പോയി. അപ്പം എന്ത് ചെയ്യും? എക്ക് ആ പോയ ഇലക്ട്രോൺ എക്ക് ലഭിക്കും 101, -101. ഇനി ടോട്ടൽ എയുടെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? +100ഉം -100ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 ചാർജായി. അതുപോലെ തന്നെ ബിയുടേത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +1 ചാർജായി. അതായത് ഒരു ഒബ്ജക്റ്റിന് ഒരു ഇലക്ട്രോണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ചാർജ് എന്തായി മാറും? പ്ലസ് ചാർജായി മാറും. അതുപോലെ ഒരു ഒബ്ജക്റ്റിന് ഇലക്ട്രോണ് ഗെയിൻ ചെയ്താൽ അതിൻ്റെ ചാർജ് നെഗറ്റീവായി മാറുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ മാറ്റർ അക്വയർ ചാർജസ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്രിക്ഷൻ? നമ്മൾ എന്ത് ആൻസർ ചെയ്യും? വെൻ ടു ബോഡീസ് ആർ റബ്ബ്ഡ് ടുഗദർ electron may transfer from one body to another body. The body which loses electrons will get the positively charged. The body which gains the electrons will get negatively charged. In this way, matter acquire charges as a result of friction. If the protons and the electrons are the only basic charges in the universe, all the observable charges have to be the integral multiples of E. That means Q equal to plus or minus NE, where N is an natural number or an integer. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ ചാർജസ് കാണപ്പെടുന്നത് E എന്ന് പറയപ്പെടുന്ന പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ഏറ്റവും ലീസ്റ്റായിട്ടുള്ള വാല്യൂ ആയ ഇ, അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1E, 2E, 3E. ഈ ടേമിന് പറയപ്പെടുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ദ ഫാക്ട് ദാറ്റ് ദ ഇലക്ട്രിക് ചാർജ് ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇ ടേംഡ് ആസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അത് 1E, 2E എന്നല്ലാതെ 1.2E, 2.2E എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. നമുക്കങ്ങനെ കിട്ടില്ല. ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുക, ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ കിട്ടുക എന്നൊരവസ്ഥ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് 1.2 ഇലക്ട്രോൺ ലഭിക്കുക,
1.2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ ഒരു പെർട്ടിക്കുലർ അവസ്ഥയ്ക്ക് പറയപ്പെടുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഇനി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക.